ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഹിന്ദിയിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ഗിഡ്കി എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗിഡ്കി എന്ന വാക്കിന്റെ അർത്ഥം ജനൽ അഥവാ വിൻഡോ എന്നാണ്. ഇതൊരു ലഘുകഥയാണ്. ആദ്യത്തെ പാഠഭാഗത്തിന്റെ പേര് ഗിഡ്കി. ഗിഡ്കി എന്ന വാക്കിന്റെ മീനിങ് ജനൽ അഥവാ വിൻഡോ എന്നാണ്. ഇതൊരു ലഘുകഥയാണ്. ലഘുകഥ മീൻസ് ഷോർട്ട് സ്റ്റോറി. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥ. ലഘുകഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് അഞ്ജു ഗർബന്ത. അഞ്ജു ഗർബന്ത എന്ന കഥാകാരിയുടേതാണ് ഗിഡ്കി എന്ന പാഠഭാഗം. കഥാകാരിയെ പരിചയപ്പെടാം. അഞ്ജു ഗർബന്ത. അഞ്ജു ഗർബന്ത കാ ജന്മ ദില്ലി മേ ഹുവ. അപ്പോ അഞ്ജു ഗർബന്ത എന്ന ആ കഥാകാരി ജനിച്ചത് എവിടെയാണ്? ദില്ലിയിലാണ് ജനിച്ചത്. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അവര് അധ്യാപികയായിരുന്നു, ലേഖികയായിരുന്നു, അതോടൊപ്പം തന്നെ റേഡിയോ കലാകാരിയും ആയിരുന്നു. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാവോ മേ വേ കാര്യരത് ഹെ. അപ്പോ ലഘുകഥ, കവിത, സംസ്മരൺ തുടങ്ങിയ മേഖലകളിലെല്ലാം അവരവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ഉജ്ജലി ഹോത്തി ബോർ കിക്സബെ കൈം ദില്ലി നൗ ആദി പ്രകാശിത കൃതിയാഹെ. അപ്പോ ഉബലി ഹോത്തി ബോർ, അതേപോലെ തന്നെ കിക്സബെ കൈം ദില്ലി നൗ, ഇത് ഈ രണ്ടെണ്ണമാണ് അവരുടെ പ്രകാശനം ചെയ്തിട്ടുള്ള കൃതികൾ എന്ന് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. സാവിത്രിബായി ഫുലെ സമ്മാൻ സെ വേ പുരസ്കൃത് ഹെ. സാവിത്രിബായി ഫുലെ സമ്മാൻ, സാവിത്രിബായി ഫുലെ പുരസ്കാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയുമാണ് കഥാകാരിയെ കുറിച്ച് പരിചയപ്പെടാനുള്ളത്. ഇനി പാഠഭാഗത്തിലോട്ട് കടക്കാം. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത്ത. ഹോഷിയാർപൂർ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഹോഷിയാർപൂരിൽ നിന്നും ഷാദി കാ ബുലാവ, ബുലാവ ഇൻവിറ്റേഷൻ. ബുലാവ എന്ന വാക്കിന്റെ മീനിങ് ഇൻവിറ്റേഷൻ എന്നാണ്. ഷാദി എന്ന് വെച്ചാൽ മാരേജ് അഥവാ കല്യാണം. ഷാദി കാ ബുലാവ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ, മാരേജ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ആയാത്ത വന്നിരുന്നു. അപ്പോ ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത്ത. ഹോഷിയാർപൂരിൽ നിന്ന് മാരേജ് ഇൻവിറ്റേഷൻ അഥവാ കല്യാണത്തിന്റെ ക്ഷണപത്രിക വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സെ ജാന തയ് ഹുവ. ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ തയ് ഹുവ എന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന മീനിങ് ആണ്. ട്രെയിൻ സെ ജാന, എന്തിൽ പോകാനാണ് തീരുമാനിച്ചത്? ട്രെയിനിൽ പോകാനായിട്ട് തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഹി തി. സർദി എന്ന് വെച്ചാൽ തണുപ്പ്. സർദി എന്ന വാക്കിന്റെ മീനിങ് തണുപ്പ് എന്നാണ്. ഹൽക്കി ഹൽക്കി എന്ന് വെച്ചാൽ കുറച്ചായി. ദസ്തക് ദേന വെച്ചാൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ അനുഭവിക്കുക. അപ്പൊ സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഹീതി, തണുപ്പ് കുറച്ചായി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ചു. ചലോ ഇസ് ബാർ എസി കെ ബജായ്. ചലോ ഇസ് ബാർ ഈ പ്രാവശ്യം എസി കെ ബജായ്, അതായത് എസി കോച്ചിന് പകരം, എസി കമ്പാർട്ട്മെന്റിന് പകരം, കെ ബജായ് എന്ന് വെച്ചാൽ പകരം. അപ്പൊ ഇവിടെ എസി കമ്പാർട്ട്മെന്റിന് പകരം ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. ജനറൽ കോച്ച് സഫർ യാത്ര, സഫർ കാ ആനന്ദ് യാത്രയുടെ ആനന്ദം അനുഭവിക്കാം, ലിയാ ജായേ അനുഭവിക്കാം. ചലോ ഇസ് ബാർ എസി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. അപ്പൊ ഇപ്രാവശ്യം പോകുന്നത് എസി കോച്ചിന് പകരം ജനറൽ കോച്ചിലായാൽ യാത്രയുടെ ആനന്ദം അനുഭവിക്കാം. പഹലെ ആദ്യം. ബീവി ബच्चे जनरल से जाने पर कुछ निराश हुए. അപ്പോ ആദ്യമൊക്കെ ബീവി ബच्चे ഭാര്യയും മക്കളും ജനറൽ സെ ജാനെ പർ, ജനറൽ കോച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുച്ച് നിരാശ് ഹുയേ, അവര് ദേഷ്യപ്പെട്ടു. നിരാശ് എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. നിരാശ് ഹുയി, അവർ അല്പം ദേഷ്യപ്പെട്ടു. അപ്പൊ ആദ്യം ഭാര്യയും മക്കളും ജനറൽ കോച്ചിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൽ അവർ അല്പം ദേഷ്യപ്പെട്ടു. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ് മാൻ ഗയേ. തോടി എന്ന് വെച്ചാൽ കുറച്ച്, നാ നുക്കുർ എന്ന് വെച്ചാൽ എതിർപ്പുകൾ, പിന്നീട് കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം അത് സമ്മതിച്ചു. മാൻ ഗയെ സമ്മതിച്ചു. അപ്പൊ ആദ്യം
ഭാര്യയും മക്കളും ജനറൽ കോച്ചിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ടു. പിന്നീട് കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം അവര് യാത്ര പോവാനായിട്ട് സമ്മതിച്ചു. ജനറൽ കോച്ചിൽ യാത്ര പോകാനായിട്ട് സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफर, 8 घंटे 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ലഗ്ഭഗ് ഏകദേശം. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ട്. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफर, ദില്ലിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. സഫർ യാത്ര. 8 മണിക്കൂറിന്റെ 8 घंटे 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ചെയ്തു. तो ज्यादा परेशानी नहीं हुई, അതുകൊണ്ട് തന്നെ പരാശാനി അതായത് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പരേശാനി ബുദ്ധിമുട്ട്. അപ്പൊ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ജഡ് ഗിഡ്കി വാലി സീറ്റ് ജപ്പട്ട്ലി. അപ്പൊ കുട്ടികൾ വേഗം തന്നെ, ജഡ് എന്ന് വെച്ചാൽ വേഗം, പെട്ടെന്ന് തന്നെ ഗിഡ്കി വാലി സീറ്റ് ജനലിനടുത്തുള്ള സീറ്റ് ജപ്പട്ട്ലി കൈയടക്കി. ഇപ്പൊ കുട്ടികൾ ട്രെയിനിൽ കയറിയതും എന്ത് ചെയ്തു? ജനലിനരികിലുള്ള സീറ്റ് കൈക്കലാക്കി, ജനലിനരികിലുള്ള സീറ്റ് കൈയടക്കി. സാരാ സമ്മാൻ സെറ്റ്കർ മേം ഔർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ. സാരാ സമ്മാൻ സാധനങ്ങൾ മുഴുവൻ സെറ്റാക്കി, അതായത് സാധനങ്ങൾ മുഴുവൻ അറേഞ്ച് ചെയ്ത ശേഷം മേം ഔർ പത്നി ഞാനും ഭാര്യയും ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയി ബാക്കി കാര്യങ്ങളിൽ മുഴുകി, അതായത് വർത്തമാനത്തിൽ മുഴുകി. മഷ്ഗൂൽ ഹോന എന്ന് വെച്ചാൽ മുഴുകിയിരുന്നു, അതായത് അവര് അവരുടേതായ സംസാരത്തിൽ മുഴുകിയിരുന്നു. ദീദി, അപ്പോഴാണ് ഇവിടെ നിന്നും ഒരു വിളി കേട്ടത്. ദീദി ജമ്മു കി ഷോൾ ലേലോ, ജമ്മുവിൽ നിന്നുള്ള ഷോളാണ് എടുത്തോളൂ. ബഹുത് ബഡിയാഹേ, വളരെ നല്ലതാണ്. അപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുവാണ് ഇവര്. അപ്പൊ എവിടെ നിന്നും ദീദി, ചേച്ചി എന്നുള്ള വിളി കേട്ടു. അപ്പൊ നോക്കിയപ്പോൾ ജമ്മുവിൽ നിന്നുള്ള ഷാളാണ്, എടുത്തോളൂ, വളരെ നല്ലതാണ് എന്ന് ഷാൾ വിൽക്കാൻ വരുന്ന ആ വ്യക്തി ഇവരോട് പറഞ്ഞു. രംഗ് ബിരംഗി ഷോളോം കാ സാരി ഘട്ടർ ഉട്ടായേ. രംഗ് ബിരംഗെ പല നിറത്തിലുള്ള, രംഗ് എന്ന് വെച്ചാൽ നിറം, രംഗ് ബിരംഗെ പല നിറത്തിലുള്ള ഷോളോം കാ ഭാരി ഘട്ടർ ഷോളുകളുടെ വലിയ കെട്ട്, ഭാരി ഘട്ടർ വലിയ കെട്ട് ഉട്ടായേ എടുത്തുകൊണ്ട്. അപ്പൊ പല നിറത്തിലുള്ള ഷാളുകളുടെ വലിയ കെട്ട് എടുത്തുകൊണ്ട് ഏക് സാവലി സലോനി എന്ന് വെച്ചാൽ കറുത്ത നിറമുള്ള കച്ചരാരി ആംഗോം വാലി യുവതി പത്നിക്കോ ഇസ്റ്റാർ കർണേ ലഗി. കച്ചരാരി ആംഗോം വാലി കറുത്ത കണ്ണുള്ള പെൺകുട്ടി, അതായത് കരിമഷി എഴുതിയിട്ടുള്ള കണ്ണുകൾ പോലെയുള്ള, കരിമഷി എഴുതിയ കറുത്ത കണ്ണുകളുള്ള പെൺകുട്ടി. ഹജരാരി ആംഗോം വാലി യുവതി, കരിമഷി എഴുതിയ കറുത്ത കണ്ണുകളുള്ള ആ പെൺകുട്ടി പത്നിക്കോ ഇസ്റ്റാർ കർണേ ലഗി, ഭാര്യയുടെ അടുത്ത് വന്നു, ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇസ്റ്റാർ കർണ നിർബന്ധിക്കുക, ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പൊ രംഗ് ബിരംഗി ഷാളോം കാ ഭാരി ഘട്ടർ ഉഡായേ, അതായത് പല നിറത്തിലുള്ള ഷാളുകളുടെ വലിയൊരു ഭാണ്ഡം അല്ലെങ്കിൽ വലിയൊരു കെട്ട് എടുത്തുകൊണ്ട് ഏക് സാവലി സലോനി ഖജാരി ആംഖേം വാലി യുവതി, അതായത് കറുത്ത നിറമുള്ള കരിമഷി എഴുതിയ കണ്ണുകളോട് കൂടിയ ആ യുവതി അല്ലെങ്കിൽ ആ പെൺകുട്ടി പത്നിക്കോ ഇസ്രാർ കർണേ ലഗി, ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. കിത്നെ കീ ഹേ, എത്രയാണ് എന്ന് പത്നി ചോദിച്ചു. 2800 की, 800 രൂപ. അപ്പൊ വില പറഞ്ഞു നോക്കൂ, 800 രൂപ എന്നാണ് പറഞ്ഞത്. ഇതി മഹാങ്കി, ഇത്രയും വിലയോ എന്ന് ചോദിച്ചു. മഹാങ്കി വില, പ്രൈസ് കേട്ടോ. അപ്പോ ഇത്രയും വിലയോ എന്ന് ചോദിച്ചു. ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂംഗി, കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഷോളുകൾ എടുക്കുകയാണെങ്കിൽ വില കുറച്ചു തരാം, അപ്പോൾ കുറച്ചു തരാം എന്ന് പറഞ്ഞു. മുജെ ദുക്കാൻ ഗോൾനി ഹേ ക്യാ, എനിക്കെന്താ കട തുടങ്ങുവാനാണോ? മുജെ ദുക്കാൻ എന്ന് വെച്ചാൽ കട, ദുക്കാൻ കോൾനി കട തുടങ്ങുക, ഞാൻ എന്താ കട തുടങ്ങാൻ പോവുകയാണോ, എനിക്കെന്താ കട തുടങ്ങാനാണോ എന്നാണ് അവര് ചോദിച്ചത്. ലേന, എടുത്തോളൂ. ബഹനോം ഔർ ബായിയോം കേലിയെ, ബഹനോം ഔർ ബായിയും സഹോദരങ്ങൾക്കെല്ലാം കൊടുക്കാമല്ലോ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. എടുത്തോളൂ, സഹോദരങ്ങൾക്കെല്ലാം കൊടുക്കാമല്ലോ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. മേന്നെ പത്നിക്കോ ഇഷാര കിയ,
ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. ഇഷാര ആംഗ്യം കാണിച്ചു. तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. പക്ഷേ വൈഫ് അല്ലെങ്കിൽ പക്ഷെ പത്നി ആംഗേൻ തരേർക്കർ കണ്ണിറുക്കി, ആംഗേൻ തരേർക്കർ കണ്ണിറുക്കി എന്നോട് കണ്ണിറുക്കി മുജെ എനിക്ക് ചുപ് രഹേക്ക സങ്കേതിയ മിണ്ടാതിരിക്കുവാൻ സൂചന തന്നു. അപ്പോ ഞാൻ പത്നിയെ നോക്കി ആംഗ്യം കാണിച്ചു, പത്നി എന്നെ നോക്കി കണ്ണിറുക്കി മിണ്ടാതിരിക്കാൻ സൂചന തന്നു. അച്ഛാ 5 പീസിലും തോ കിത്തനേക്കെ ദോഗി? ശരി, 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര തരണം? 5 പീസ് എത്ര രൂപയ്ക്ക് തരും? അല്ലെങ്കിൽ 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപ തരണം? 200 रुपये पर पीस ले लेना दीदी. 200 रुपये पर पीस, 200 രൂപ ഒരു പീസിന്. ലേ ലേനാ ദീദി, എടുക്കട്ടെ ദീദി എന്ന് ചോദിച്ചു. നാ 100 रुपये पर पीस, വേണ്ട 100 രൂപയ്ക്കാണെങ്കിൽ എടുക്കാം. 100 രൂപയ്ക്കാണെങ്കിൽ ഒരു പീസിന് 100 രൂപയ്ക്കാണെങ്കിൽ എടുക്കാം. ദീദി 100 तो बहुत कम है. ദീദി 100 രൂപ വളരെ കുറവാണ്. कहते हुए उसका गला रूंध गया. അത് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഗല രൂത് ഗയ, തൊണ്ട ഇടറുക. അപ്പോ അത് പറയുന്ന സമയത്ത് കഹത്തെ ഹുയെ ഉസ്ക ഗല രൂത് ഗയ, അത് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അവർ ഉസ്കി കജ്രാരി ആംഗെ ബർ ഗയി, അത് മാത്രമല്ല അവരുടെ ആ കറുത്ത കണ്ണുകൾ നിറഞ്ഞു. കജ്രാരി ആംഗെ ബർന എന്ന് വെച്ചാൽ നിറയുക, അവരുടെ കറുത്ത കണ്ണുകൾ നിറഞ്ഞു. ചൽ ന തേരി ന മേരി 150 per piece. ശരി, നീ പറഞ്ഞതും വേണ്ട ഞാൻ പറഞ്ഞതും വേണ്ട, നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞതുമല്ല, ഒരു പീസിന് 150 രൂപ തരാം. ഒരു പീസിന് 150 രൂപ. അച്ഛാ ദീദി ടീക് ഹെ, ലോ രംഗ് പസന്ത് കർ ലോ. ശരി എടുത്തോളൂ, ശരി ദീദി എടുത്തോളൂ, ഇഷ്ടപ്പെട്ട നിറം എടുത്തോളൂ. രംഗ് പസന്ത് കർ ലോ, രംഗ് നിറം, പസന്ത് വെച്ചാൽ ഇഷ്ടം, ഇഷ്ടമുള്ള നിറം എടുത്തോളൂ. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ, അല്പം ചിന്തിച്ചിട്ട് ആ യുവതി പറഞ്ഞു. ഔർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ, അതിനുശേഷം ആ കെട്ട് ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെച്ച് കൊടുത്തു. ആ കെട്ട്, അവരുടെ തുണിയുടെ കെട്ട് ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെച്ച് കൊടുത്തു. പത്നിനെ 5 ഷോൾ അലഗ് കർലി, പത്നി 5 ഷോൾ വേർപ്പെടുത്തി എടുത്തു. അലഗ് കർണ എന്ന് വെച്ചാൽ വേർപ്പെടുത്തുക. 5 ഷോൾ അതിൽ നിന്നും വേർപ്പെടുത്തി എടുത്തു. മേരി ഔർ രൂപയെ ദേനക ഇഷാര കിയ, എന്നെ നോക്കിയിട്ട് പൈസ കൊടുക്കാൻ ആംഗ്യം കാണിച്ചു, രൂപ കൊടുക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തു കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ്, അവർ പോയതിനു ശേഷവും രാസ്തേ പർ, യാത്രയിലുടനീളം പത്നിക്ക് സൂയി, ഭാര്യയുടെ ചിന്ത ഇസി ബാത് പർ അട്കി രഹി, ഈ ഒറ്റ കാര്യത്തിൽ തങ്ങി നിന്നിരുന്നു. അട്കന എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുക, ബാത് കാര്യം. അപ്പൊ ഭാര്യയുടെ ചിന്ത ഈ ഒരു കാര്യത്തിൽ, പത്നിയുടെ ചിന്ത ഈ ഒരു കാര്യത്തിൽ തങ്ങി നിന്നിരുന്നു. वो एक बार में ही टर्न 100 में मान गई, അവർ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ 150 രൂപയ്ക്ക് മാൻ ഗയി അംഗീകരിച്ചു. അപ്പൊ അവർ ഒറ്റ തവണയിൽ തന്നെ 150 രൂപയ്ക്ക് ആ ഷോള് തരാമെന്ന് അംഗീകരിച്ചു. ഗൽത്തിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു, ഗൽത്തി എന്ന് വെച്ചാൽ തെറ്റ് പറ്റിയിരിക്കുന്നു. തോട തോൽമോൽ ഔർ കർണ ചാഹിയേത്ത, കുറച്ചുകൂടി വില പേശിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി ബാർഗൈനിങ് ചെയ്തിരുന്നുവെങ്കിൽ, തോൽമോൽ കുറച്ചുകൂടി ബാർഗൈനിങ് ചെയ്തിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി എന്താണ് വില കുറയ്ക്കാമായിരുന്നു, ഇപ്പൊ തെറ്റ് പറ്റിയിരിക്കുന്നു, കുറച്ചുകൂടി ബാർഗൈനിങ് ചെയ്തിരുന്നെങ്കിൽ, വില പേശിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമായിരുന്നു. ഔർ മേരി സൂയി, എന്നാൽ എന്റെ ചിന്ത അന്തിമേഞ്ച അഡ്കീതി, കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. എന്റെ ചിന്ത കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ബേട്ടിക്കോ ഗോദ് മേ ബീട്ട, മകളെ, ഗോദ് എന്ന് വെച്ചാൽ മടി, മകളെ മടിയിലിരുത്തി. റെയിൽഗാഡിക്ക് ഗിഡ്കി സെ ചാങ്താ മേ സോച്ച് രഹാത്ത, ട്രെയിനിന്റെ ജനലരികിൽ ഇരുന്നു കൊണ്ട്
ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ മകളെ മടിയിലിരുത്തി ട്രെയിനിന്റെ ജനലിനരികിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മേരെ പിതാബി, എന്റെ പിതാവും റെയിൽഗാഡിയിൽ സാമാൻ ബേച്ച്, ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ്, ജബ് തക്കേഹാരെ ഗർ ജാത്തെ, ക്ഷീണിച്ച അവശനായി വീട്ടിലേക്ക് വരുമ്പോൾ, ഗർ ആത്തെ, വീട്ടിലേക്ക് വരുമ്പോൾ, ജബ് തക്കേഹരൻ ക്ഷീണിച്ച അവശനായി വീട്ടിലേക്ക് വരുമ്പോൾ, തോ ഉൻകി ആങ്കേ മേ ബി വഹി നമി തി, അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഇതേ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേ തി, ഇന്ന് ആ യുവതിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞതുപോലെ. അപ്പോ ഇദ്ദേഹത്തിന്റെ പിതാവും ഇതേപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിരുന്ന വ്യക്തിയാണ്. അപ്പൊ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ച അവശനായി വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഇതേ നനവ് കാണാറുണ്ടായിരുന്നു. ഇന്ന് ആ യുവതിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞതുപോലെ. ഈ പാഠഭാഗത്തിന്റെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗവുമായി അതേപോലെ തന്നെ ഈ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസുമായി കാണാം. താങ്ക് യു.